നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും തംബ്നെയിൽ കൊടുത്ത പോലെ തന്നെ സ്പെഷ്യൽ ട്രെയിനിങ് ആണ് ഇനി എല്ലാം ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരുന്നു പഠിപ്പിക്കാൻ, ഓൺലൈനായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി. ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ അതിനകത്ത് കാറ്റഗറി ഓഫ് പീപ്പിൾസ് വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ പ്രതീക്ഷിച്ച പോലെ തന്നെ ഡിഫറെൻറ്റ് ഏജ് ലിമിറ്റിലെ ആൾക്കാർ വരുന്നുണ്ട്. അതുകൂടാതെ പഠിക്കുന്ന സ്റ്റുഡൻസ് വരുന്നുണ്ട്, BTech MTech ഒക്കെ കഴിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. പല സ്ഥലങ്ങളും ബാംഗ്ലൂർ ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുകൂടാതെ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് പോളിടെക്നിക്, IT എന്നീ സ്ഥാപനങ്ങളിലെ ഇൻസ്ട്രക്ടേഴ്സ്, പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇലക്ട്രോണിക്സ് പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊന്നൊരു കാര്യം മനസ്സിലായത്, കൃത്യമായിട്ട് നമ്മൾ ഇതുവരെയുള്ള ആ സിലബസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇലക്ട്രോണിക്സ് ഉദ്ദേശിച്ച സമയത്തിൽ ചുരുങ്ങിയതൊരു 10-20 വർഷത്തേക്ക് പഠിക്കാൻ കഴിയില്ല. അതാരുടെയും കുഴപ്പമില്ല, നമ്മളാരെയും കുറ്റപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഒരു സിലബസ്, ഇലക്ട്രോണിക്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സിലബസ് തന്നെ രൂപീകരിച്ചു. അതാണ് കുറച്ച് വീഡിയോസിനൊക്കെ വൈകിയത്. ഇനി പരമാവധി വേഗതയിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. പിന്നൊരു കാര്യം, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേരെ പെട്ടെന്ന് അങ്ങോട്ട് ഓടി വന്നെടുത്ത് ജോയിൻ ചെയ്യിക്കുക, അല്ലെ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളത് എനിക്ക് ഉദ്ദേശമേ ഇല്ല. ഞാനൊരാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായി പഠിച്ചിരിക്കണം. അതിനകത്ത് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അങ്ങനത്തെ ആളെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതിന് മുൻകൂട്ടി ചില ബേസിക് ക്വാളിഫിക്കേഷൻസ്, മീൻസ് യോഗ്യത, ഞാൻ വിദ്യാഭ്യാസ യോഗ്യത അല്ല പറയുന്നത്, ഒരു 7th സ്റ്റാൻഡേർഡോ 5th ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സിലെ ബാലിശമായ ചില ക്വസ്റ്റ്യൻസ്, അതിലെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പഠിപ്പിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. ഉദ്ദേശം 1 വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യം 1 മാസം കൊണ്ട്, അല്ലെങ്കിൽ 6 മാസം പഠിപ്പിക്കേണ്ടത് ഞാൻ 2 ദിവസം കൊണ്ട് പഠിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ സിലബസും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വെരി സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളും ഞാൻ ജസ്റ്റ് കുറച്ചൊരു ലിസ്റ്റിംഗ് വായിച്ചു തരാം, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ നിങ്ങൾ പഠിക്കേണ്ടത് വോൾട്ടേജ് ആൻഡ് ആംബിയർ. ഒരു 7th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷനുള്ള ഒരു വിദ്യാർത്ഥി തന്നെ ജസ്റ്റ് ഇലക്ട്രോണിക്സിന് വരികയാണെങ്കിൽ ഇന്നത്തെ രീതിയിലല്ല പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ കമ്പോണൻ്റ് ഇതൊന്നും പഠിപ്പിച്ചാൽ അവൻ ഒരിക്കലും പഠിക്കില്ല. ഈ ഇടയ്ക്ക് ഞാൻ 10ാം ക്ലാസ്സിലൊരു ഫിസിക്സ് വരെ റെഫർ ചെയ്ത് നോക്കി. അതിൽ റെസിസ്റ്റർ പഠിപ്പിച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിൽ ചിരിച്ചു പോകും. അയാൾ എവിടെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, ഏതൊരു ഇലക്ട്രോണിക്സ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലും ഇന്ന് കുട്ടികളൊക്കെ 100 കുട്ടികൾ പഠിച്ചാൽ അതിൽ ചുരുങ്ങിയ 2 കുട്ടികളെ പാസ്സായിട്ട് ശരിക്ക് പുറത്തു വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഒരു ഇമാജിനറി കാൽക്കുലേഷൻസിൽ പോകുന്നതാണ്. പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികൾക്കൊരു സോഴ്സ് ഇല്ല, പഠിപ്പിക്കുന്നവർക്കും അതിനനുസരിച്ച് സിലബസ് ഇല്ല, അവർക്കും ട്രെയിനിങ് കിട്ടുന്നില്ല. ഒരു പ്രഹസനം പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തികച്ചും ഇലക്ട്രോണിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ പഠിപ്പിക്കണമെന്ന് ഞാൻ ശക്തമായൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡിലേ വന്നത്. ശരി, ഞാൻ പറഞ്ഞു വന്നത് ലിസ്റ്റ് പറയാം. ഞാൻ പഠിപ്പിക്കുന്നത് ആദ്യത്തെ ക്ലാസ് തന്നെ നമുക്ക് വോൾട്ടേജ് ആൻഡ് ആംബിയർ, അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്ന് വായിച്ചു പോയതിന് ശേഷം 1 by 1. പിന്നെ വരുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി, അതെന്താണെന്ന് പഠിക്കണം. പിന്നെ റെസിസ്റ്റൻസ്, അതിൻ്റെ മീറ്ററുകൾ, അതുപോലെ വോൾട്ടേജ് അളക്കുന്നത്, പിന്നെ AC എന്താണ്, DC എന്താണ്, പിന്നെ സെൻസേഴ്സ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ. ഇത്തരത്തിൽ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ 1 day ക്ലാസ്സാണ് നമുക്കൊരു വിഷയത്തിന് വേണ്ടത്. 1 day ഒന്നും വേണ്ട, ഏതാനും കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഞാനത് നിങ്ങളെ ഭംഗിയായിട്ട് പഠിപ്പിക്കും. ഇനി സമയമുള്ളവർ മാത്രം ഇരുന്ന് കണ്ടിന്യൂസ് കാണാം, പഠിക്കാൻ താല്പര്യമുള്ളവർ. അപ്പം അഥവാ മുഴുവൻ കാണാൻ കഴിഞ്ഞില്ല, നിങ്ങൾ ജസ്റ്റ് അവിടെ പോസ് ചെയ്തതിന് ശേഷം പിന്നീട് കണ്ടാൽ മതി. പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം 1-2 ചോദ്യം ഇവിടെ എഴുതി കാണിക്കാം. ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം. ആ ഉത്തരം നിങ്ങൾ പറയാൻ നിങ്ങൾക്കുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ആദ്യത്തേത് ഞാൻ പറഞ്ഞത് വോൾട്ടേജ് ആംബിയർ. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏത് ടൈപ്പ് ഇലക്ട്രോണിക് ബോർഡുകൾ എടുത്തു കഴിഞ്ഞാലും, ഞാൻ ഏതോ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഓഡിയോ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രിൻ്റർ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, CNC സർവീസ് ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും ഒരു സംശയം നിങ്ങൾക്ക് വരാൻ പാടില്ല. അത് വരാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ബേസിക് അറിയില്ല. ബേസിക് അറിഞ്ഞാൽ ഈ പ്രശ്നമില്ല. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക, വാഹനത്തിൻ്റെ കാര്യം എടുക്കുക. ഇപ്പോൾ വാഹനം നിങ്ങൾക്കറിയാം,
ടൂ വീലർ വരുന്നുണ്ട്, ഓട്ടോറിക്ഷ വരുന്നുണ്ട്, കാർ വരുന്നുണ്ട്, ലോറി വരുന്നുണ്ട്, ടിപ്പർ വരുന്നുണ്ട്. നമ്മളൊരു ആവശ്യത്തിന് എന്തെങ്കിലും വാഹനം നമ്മൾ വിളിക്കണമെങ്കിൽ അല്ലെങ്കിൽ അന്വേഷിച്ച് പോകുന്ന സമയത്ത് മനസ്സിൽ അതിൻ്റെ കപ്പാസിറ്റി, ലോഡിങ് കപ്പാസിറ്റി എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്, നമ്മളറിയാതെ തന്നെ ഉള്ളിൽ വരുന്നുണ്ട്. അതുപോലെ ഏത് തരം ഡിസൈനിങ് കോഴ്സിലാണെങ്കിലും ഇതോടൊപ്പം തന്നെ ഡിസൈനിങ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൊച്ചു സർക്യൂട്ട് ഡിസൈനിങ് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ അങ്ങ് ചെയ്യാം. ഇപ്പോൾ ചുമര് കെട്ടാൻ പഠിക്കുന്ന ഒരാൾ മേസൺ, അവരെന്താണ്, ഒരു ചുമരും ഒരു തൂണും കെട്ടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ നിങ്ങൾ ഒരു വീടാണോ അല്ലെങ്കിൽ 10 നില ഫ്ലാറ്റാണോ ഇതിലൊക്കെ അതിൻ്റെ റിപ്പീറ്റേഷൻസ് വരുമെന്നല്ലാതെ അതിന് പിന്നെ പ്രത്യേകിച്ചൊരു പഠനമില്ല. അതുകൊണ്ട് ഒരു അടിത്തറ ഇലക്ട്രിക്കൽ പഠിക്കുകയാണെങ്കിലും ഇലക്ട്രോണിക്സ് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും 98% നിങ്ങൾ അളക്കുന്നത് വോൾട്ടേജ് ആൻഡ് ആംബിയറാണ്. ഈ വോൾട്ടേജ് ആൻഡ് ആംബിയർ ആദ്യം പഠിച്ചതിന് ശേഷം രണ്ടാമത് പഠിക്കുന്നത് റെസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ആ വീഡിയോയും ഞാൻ ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത ചാനൽ. എന്ന് വെച്ചാൽ ഒരേ സമയം രണ്ടും കൂടി പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് നിങ്ങൾക്ക് കാണാനും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സോ സിമ്പിൾ എന്ന ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് പോകാം. ഇത് ബൈ ഹാർട്ട് ആവാതെ ഒരിക്കലും അങ്ങോട്ട് പോകരുത്. ഇത് പൂർണ്ണമായി വോൾട്ടേജ് എന്താണ്, ആംബിയർ എന്താണ് ഞാൻ ചോദിക്കുമ്പോൾ 1 മിനിറ്റിനകം 2 മിനിറ്റിനകം നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത് പോകാവൂ. ഇനി ഇപ്പോൾ 2 ചോദ്യം ഞാനിതവിടെ എഴുതി കൊടുക്കുന്നു, നോക്കിക്കോളൂ. ഈ 2 ചോദ്യം, 1, 2 വോൾട്ടേജ് എന്നാൽ എന്താണ്, 2 ആംബിയർ എന്നാൽ എന്താണ്, അതിൻ്റെ ഉത്തരം വേണമെങ്കിൽ എനിക്കിപ്പോൾ താഴെ എഴുതാം. അത് നിങ്ങൾ അവിടുന്ന് വായിച്ച് ഒരു ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് ഒരു കാര്യമില്ല. അതാണ് ഇന്നത്തെ പഠന രീതി. മറിച്ച് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളെ പഠിപ്പിച്ച ശേഷം നിങ്ങൾ ഇങ്ങോട്ടാണ് ഉത്തരം പറയുന്നത്. നിങ്ങളെ മനസ്സിൽ നിന്ന് അത് പൊങ്ങി വരും. എന്താണ് വോൾട്ടേജ്, എന്താണ് ആംബിയർ. പിന്നെ നിങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പാടില്ല. അപ്പോൾ പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വെരി സിമ്പിൾ. കാരണം വെറുതെ കണ്ണടച്ചിരുന്നാൽ ഉറക്കത്തിരുന്ന് എണ്ണീര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ വരും. പിന്നെ ഒരു വിഷയമേ ഇല്ല. പരീക്ഷയൊക്കെ നിഷ്പ്രയാസം എഴുതാൻ കഴിയും. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് വോൾട്ടേജ് എന്താണ്, ആംബിയർ എന്താണ് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നതെങ്കിലും വോൾട്ടേജ് ആൻഡ് ആംബിയർ ആണ് പഠിക്കുന്നതെങ്കിലും ഞാൻ അതിന്ന് പതുപോലെ മറ്റുദാഹരണങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഞാൻ നിങ്ങളെ പല വേറിട്ട വഴികളിലൂടെയൊക്കെ കൊണ്ടുപോകും. അതൊന്നും ശ്രദ്ധിക്കേണ്ട. അവസാനം നിങ്ങൾ എത്തിപ്പെടുന്നതിൻ്റെ ഉത്തരത്തിലേക്കായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. 1 2 ഉദാഹരണം പറയാം. ആദ്യത്തെ ചെറിയൊരു ഉദാഹരണം നമുക്കെടുക്കാം. ഒരു ചെറിയ വീട്, ആ വീട്ടിൻ്റെ മുകളിലൊരു ടാങ്ക് ഇരിക്കുന്നു, വാട്ടർ ടാങ്ക് ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളെ വീട്ടിൽ പൈപ്പുണ്ട്. ഈ പൈപ്പ് അത് നിങ്ങളെ മനസ്സിലേക്ക് സങ്കല്പിക്കുക. അവസ്ഥ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമല്ലോ, ജീവിതത്തിൽ അനുഭവം ഉള്ളത് പറയുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ ടാപ്പ് നിങ്ങൾ തുറക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ടാപ്പിലൂടെ സാമാന്യം അതിൻ്റെതായ ഒരു ഫോഴ്സിലൂടെ വെള്ളം ബക്കറ്റിലേക്ക് നിറയുന്നു. ഒരു 10 ലിറ്ററിൻ്റെ ബക്കറ്റാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ 25 ലിറ്ററിൻ്റെ ബക്കറ്റ്. ആ ബക്കറ്റ് നിറയാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് ആയിരിക്കാം. കാരണം അത്രയ്ക്ക് ശക്തിയുള്ളൂ വെള്ളത്തിന്, അധികം ഉയരമില്ലല്ലോ. സെയിം തന്നെ നിങ്ങളൊരു 2 നില കെട്ടിടം അല്ലെങ്കിൽ 3 നില കെട്ടിടം, 5 നില കെട്ടിടം, അത്രയും ഉയരമുള്ളൊരു ബിൽഡിങ്ങിലെ ടാങ്കിൽ നിന്നാണ് സെയിം ടാപ്പ് താഴെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5 മിനിറ്റ് ബക്കറ്റ് നിറയാൻ വേണ്ടി 5 മിനിറ്റ് എടുത്തതിന് പകരം അവിടെ ഒരു മിനിറ്റോ അര മിനിറ്റോ മതി. ഹൈ പ്രഷർ, നമ്മൾ പല ഭാഷയും പറയും, നല്ല പ്രഷറാണ് വെള്ളം എന്ന് പറയാറില്ല നമ്മൾ. പ്രഷർ, ഹൈ പ്രഷർ, ഹൈ ഫോഴ്സ്, പ്രഷർ, ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ശക്തി, മലയാളത്തിൽ പറഞ്ഞാൽ ശക്തി, വെള്ളത്തിൻ്റെ ശക്തി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ശക്തി പിന്നെന്താണ് അളവ്, ഈ 2 കാര്യങ്ങളാണ് വരുന്നത്. മറ്റു ഉദാഹരണങ്ങളൊക്കെ നമുക്ക് എടുക്കാം. എന്ത് സംഗതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും അതിന് മിക്കവാറും ആ 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ, കടയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നു, അരിയാവാം പഞ്ചസാരയാവാം ഒക്കെ കൂടി എടുക്കുന്ന സമയത്ത് എന്താണ് അതിനകത്ത് പിന്നെ നിങ്ങൾ പറയുന്ന 2 കാര്യങ്ങളാണ്. എനിക്ക് 1 കിലോ വേണം, അല്ലെങ്കിൽ എണ്ണയാണെങ്കിൽ പാൽ ഇത്ര ലിറ്റർ വേണം. അപ്പോൾ നിങ്ങളൊരു അളവ് അവിടെ പറയുന്നുണ്ട്. ഈ അളവ് പ്രകാരമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നോക്കിക്കോളൂ. അതിൽ 2 കാര്യമാണ് ഇപ്പോൾ നമ്മളെ പൈപ്പിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, അതിൻ്റെ പ്രഷർ, ശക്തി എത്ര എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ രണ്ടാമത്തത് എത്ര ലിറ്റർ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 2 മിനിറ്റിൽ എത്ര അളവ് വരുന്നു. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏതാണ്ട് തീരുമാനമായി. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. പുഴ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ പുഴ കാണുമല്ലോ.
പുഴയിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മൂവിങ് ഓഫ് വാട്ടർ അല്ലേ, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ വെള്ളം നിങ്ങളവിടെ ജസ്റ്റ് മനസ്സിൽ സങ്കല്പിച്ചിട്ടൊരു ലൈൻ മാർക്ക് ചെയ്യുക. പുഴേൻ്റെ തീരത്ത് ഇങ്ങനെ നിങ്ങൾ നിൽക്കുകയാണ്, ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് വലത്തോട്ടാണ് പുഴ ഒഴുകുന്നെങ്കിൽ ഈ വരയിലൂടെ 1 മിനിറ്റിൽ എത്ര ലിറ്റർ വെള്ളം കടന്നു പോകും സങ്കല്പിക്കാം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒഴുക്കായിരിക്കും. 1 മിനിറ്റിൽ ഇപ്പം 1,00,000 ലിറ്ററാണ് സാധാരണഗതിയിൽ ഒഴുകുന്നെങ്കിൽ മഴക്കാലത്ത് നിങ്ങളത് 100 ലക്ഷം അല്ലെ 1000 ലക്ഷങ്ങൾ അത്രയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാതെ അത്രയും ഒഴുക്കായിരിക്കും സെയിം ടൈമിൽ സംഭവിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ 2 കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളെ മനസ്സിൽ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് വന്നു, നിങ്ങൾക്ക് ഒഴുക്ക് കാണാൻ കഴിയും, ശക്തിയും വന്നു. ഇതേമാതിരി പുഴയിലും ആ ഒഴുകുന്ന ശക്തിയെ അല്ലെങ്കിൽ അളവിനെ നമ്മൾ ഇലക്ട്രോണിക്സിലേക്ക് വരാം. ഇലക്ട്രോണിക്സിൽ നമ്മൾ വീട്ടിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ കറണ്ട് പോയി എന്നല്ലേ പറയുക. നമുക്ക് ആ ഭാഷ തന്നെ എടുക്കാം. കറണ്ട് എന്താണ്? കറണ്ട്, വാട്ട്സ് കറണ്ട്? കറണ്ട് മീൻസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ ഇലക്ട്രോണുകൾ നിങ്ങൾ പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ഒരു കമ്പിയിലൂടെ കണ്ടക്ടറിലൂടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ. അത് ഇലക്ട്രോണുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്ക് കാണുന്നില്ല. അതിനും എന്തുണ്ട്? അതിനും ശക്തിയുണ്ട്, പ്രഷർ ശക്തിയുണ്ട്, അളവുണ്ട്. ഈ 2 കാര്യമുണ്ട്. ഇനി ഇത് 3ഉം കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്താണ്? വെയ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളവിടെ അളക്കുമ്പോൾ വെയ്റ്റൊക്കെ നമ്മൾ കിലോഗ്രാം, അവിടെ ഒരു മെഷറിങ് യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് മെഷറിങ് യൂണിറ്റ് എന്താണ്? കിലോഗ്രാം അല്ലെ ഗ്രാംസ്, ഈ ഒരു അളവ് പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ എന്താണ് നിങ്ങൾ പറയുന്നത്? വെള്ളത്തിൻ്റെ നമ്മൾ പറയും ലിറ്റേഴ്സ്, ഇത്ര ലിറ്റർ ഒരളവ് വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ശക്തിക്ക് നമ്മൾ പ്രഷർ എന്ന് പറയുന്നു. അതേപോലെ പ്രഷറുള്ള സംഭവമാണ് കാറ്റ്. കംപ്രസറിൽ നമ്മൾ ടയറിനൊക്കെ കാറ്റടിക്കുന്നില്ലേ, അവിടെ കാണാം 40 PSI 80 PSI. ഇറ്റ്സ് പ്രഷർ, ശക്തി. ആ ശക്തിക്കൊരു മീറ്ററും കാണും അളക്കാൻ. അപ്പോൾ പ്രഷർ ഗേജ് എന്ന് പറഞ്ഞ മീറ്റർ അവിടെ വന്നു. തൂക്കം നോക്കാൻ അവിടെ വെയിങ് മെഷീൻ എന്ന് പറഞ്ഞ മെഷീൻ വന്നു. ഇവിടെ ആ സെയിം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇത്രയേ ഉള്ളൂ. കറണ്ടിൻ്റെ ശക്തി, ആ ഒഴുകുന്ന ശക്തി, ഫോഴ്സിനെ നമ്മൾ അളക്കുന്ന യൂണിറ്റാണ് വോൾട്ട്, VOLT, വോൾട്ടേജ്. അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് വോൾട്ട് മീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ആ 3ഉം കമ്പയർ ചെയ്യുമ്പം ഏകദേശം ഇനി സ്വയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കണം. ആ ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കിനെ കറണ്ട് എന്ന് വിളിക്കുന്നു. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, കറണ്ട് ഒഴുകുന്നു. ആ ഒഴുക്കിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റ് ആണ് വോൾട്ട്. ഇനി ശക്തി മാത്രമല്ല, അവിടെ എന്തുകൊണ്ടുണ്ട്? അളവുമില്ലേ, അളവ് വരുന്നുണ്ട്. ഇവിടെ ഇത്ര ലിറ്റർ എന്ന് പറയുമ്പോൾ ഇത്ര ഇലക്ട്രോൺസ് ഒഴുകി എന്നുള്ളതിന് ആ അളവിനെ പറയുന്നതാണ് ആംപിയർ. ഇത്ര ആംപിയർ എന്ന് പറയുന്നത് മെട്രിക് സിസ്റ്റത്തിൽ വരുമ്പോൾ 1 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 മില്ലി ആംപിയർ. മില്ലി അപ്പോൾ നമ്മൾ കിലോയിൽ പറഞ്ഞാൽ 1 കിലോ കഴിഞ്ഞാൽ പിന്നെ 800 ഗ്രാം 700 ഗ്രാം 10 ഗ്രാം ഇങ്ങനെയല്ലേ വരുന്നത്. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും വരുന്നത്. വോൾട്ട്, 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ട് വരുന്നതൊക്കെ മില്ലി വോൾട്ട് എന്ന് പറയും. അപ്പോൾ 1, 2, 3 അങ്ങനെ 1000 മില്ലി വോൾട്ട് ഈസ് ഈക്വൽ ടു 1 വോൾട്ട്. പിന്നെ 2 വോൾട്ട് 3 വോൾട്ട് 100 വോൾട്ട് 230 വോൾട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട്. ഇനി കറണ്ട്, എന്തുമാത്രം കറണ്ട് അതിലൊഴുകി അതിൻ്റെ അളവ് ആംപിയർ. സെയിം ടൈം ഒരു സമയത്ത് എന്തുമാത്രം അതിലൂടെ ഒഴുകുന്നു നമുക്കത് അളയണം. 1 മിനിറ്റിൽ ഇത്രയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്കൊരു മീറ്റർ ഉപയോഗിക്കണം. ആ മീറ്ററിൻ്റെ പേരാണ് അമ്മീറ്റർ. അമ്മീറ്ററാണ് കറണ്ടിൻ്റെ അളവ്, ഒഴുക്കിൻ്റെ, ഇലക്ട്രോൺസുകൾ എത്ര ഒഴുകുന്നു, ഇലക്ട്രിസിറ്റി എത്ര ഒഴുകുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് അമ്മീറ്റർ. അപ്പോൾ 2 മീറ്റർ പഠിച്ചു, കറണ്ടിൻ്റെ ഒഴുക്കിൻ്റെ 2 അവസ്ഥകളും പഠിച്ചു, വെള്ളത്തിൻ്റെ ഫോഴ്സ് പഠിച്ചു, ലിറ്റർ പഠിച്ചു. സെയിം തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല എങ്കിലും നിങ്ങൾക്ക് 2 കാര്യം മനസ്സിലായി. ഇതിൻ്റെ ഫോഴ്സ് കൂടാം കുറയാം, അളവ് കൂടാം കുറയാം. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കിൻ്റെ ഫ്ലോ, കറണ്ട് ഫ്ലോ അളക്കുന്ന യൂണിറ്റ് ആംപിയറുമാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റ് വോൾട്ടേജാണ്. ഇനി ഇലക്ട്രിക്കലിലേക്ക് കുറച്ച് വരാം. അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ കണക്ഷൻ ഉണ്ട്, അവിടെ എല്ലാം കാണാം 230 വോൾട്ട് 230 V എന്ന് എഴുതി വെച്ചിരിക്കും. അപ്പോൾ അതറിയാം നിങ്ങൾക്ക് അതിൻ്റെ ശക്തി കൂടുതലാണ്. ശ്രദ്ധിക്കുക, ഏതാണ്ട് ഒരു 100 വോൾട്ട് വരെ നമുക്ക് നേരിട്ട് കൈകൊണ്ടൊക്കെ ടച്ച് ചെയ്യാൻ കഴിയും. അത് കൂടുതൽ നമ്മൾ ഒരിക്കലും കൈകൊണ്ട് ടച്ച് ചെയ്യരുത്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം.
ഇതിപ്പോൾ ജസ്റ്റ് വോൾട്ടേജും ആംബിയറും അത് അളക്കുന്ന ഉപകരണങ്ങൾ മാത്രം പഠിക്കാനുള്ളൊരു ക്ലാസ്സല്ലേ, അത് ഭംഗിയായിട്ട് പഠിക്കുക. അങ്ങനെ 230 വോൾട്ട് എന്ന് കാണാം. മാത്രമല്ല അതിൽ വേറൊരു കാര്യം കൂടെ രേഖപ്പെടുത്തിയിരിക്കും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആംബിയർ നിങ്ങൾ ആ മീറ്ററിൽ KCB മീറ്ററിൽ കഴിഞ്ഞാൽ മിക്കവാറും 15 ആംസ് 15 ആംബിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ 15 ആംബിയർ 230 വോൾട്ടാണ് നിങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വലിച്ചിരിക്കുന്ന കേബിൾ. അവർ ഇലക്ട്രിസിറ്റി പോസ്റ്റിൽ നിന്ന് നിങ്ങളുടെ മീറ്റർ വരെ വലിച്ചിരിക്കുന്ന കേബിൾ, അതിന് WP എന്ന് പറയും. വെതർ പ്രൂഫ്, വെയിലും മഴയും കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരാതിരിക്കുന്ന ഒരു കോട്ടിങ്ങോട് കൂടിയ കേബിൾ, അത്രേ അതിൻ്റെ മീനിങ് ഉള്ളൂ. വെതർ പ്രൂഫ്. അതിനൊരു കപ്പാസിറ്റി ഉണ്ട്, ദാറ്റ്സ് നോൺ ആസ് വോൾട്ട് ആൻഡ് ആംബിയർ. അപ്പോൾ 230 വോൾട്ട് 15 ആംബിയറാണ് കപ്പാസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി നിങ്ങളൊരു വീട്ടിൽ ടോട്ടൽ ലോഡ് വരുന്ന സമയത്ത് എത്രത്തോളം എടുക്കാൻ പറ്റുന്നുള്ള ഈ ഒരു സിംഗിൾ ഫേസ് കണക്ഷനിൽ ഇത്രയാണ് എടുക്കാൻ പറ്റുക. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്മളെ എക്യുപ്മെൻറ്റ്സ്, അതിനകത്തും ഡിഫറെൻറ്റ് വോൾട്ടേജസ് കാണാം, ആംബിയർ കാണാം. ഈ വോൾട്ടേജിൻ്റെയും ആംബിയറിൻ്റെയും വേരിയേഷൻസ് എല്ലാ ഭാഗത്തും വരുമ്പോൾ നമ്മളൊരു സർവീസിങ് സ്റ്റേജിലാണെങ്കിലും ഏത് സ്റ്റേജിലാണെങ്കിലും അത് മനസ്സിൽ കാണണം. ഇതിൽ ഇത്ര മില്ലി ആംബിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്ര വോൾട്ടേജ് ആയിരിക്കാം. ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് മനസ്സിൽ നിന്ന് വരണം. ആ വോൾട്ടേജാണ് അല്ലെങ്കിൽ ആ ആംബിയറാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് ഡിസൈനിങ് ചെയ്യുമ്പോഴാവട്ടെ, അല്ലാതെ അറ്റ് ദ ടൈം ഓഫ് സർവീസിങ്. ആ സർവീസിങ് ചെയ്യുന്ന സമയത്താവട്ടെ ഈ വോൾട്ടേജും ആംബിയറും കാണും. അത് അളക്കുന്ന ഉപകരണമാണ് ഒന്ന് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ. അപ്പോൾ ഈ 2 മീറ്ററും പിന്നെ റെസിസ്റ്റൻസാണ് വരുന്നത്, ഒഴുകുമുണ്ടാകുന്ന തടസ്സങ്ങൾ. അത് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വോൾട്ടേജും ആംബിയറും ഇപ്പോൾ മനസ്സിലാവുന്നവരെ നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പുഴയോടോ അല്ലെങ്കിൽ വാട്ടർ ടാപ്പിനോടോ കമ്പയർ ചെയ്ത് മനസ്സിരുത്തി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ആ മനസ്സിൽ കാണണം ആ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ്. ഇതേപോലെ തന്നെ മഴക്കാലത്തെ പുഴയിൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ, ഭയങ്കരമായ കുത്തൊഴുക്കായിരിക്കും. അപ്പം അതിലേക്ക് ഒരാളൊക്കെ വീഴുകയാണെങ്കിൽ, ചാടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അവിടെ എന്താ പറയുക, കംപ്ലീറ്റ് പൗഡർ പോലെ ഒഴുകിപ്പോവും. അത്രയ്ക്ക് ഫോഴ്സാണ്. കറണ്ടിൻ്റെ കാര്യത്തിൽ നമ്മളവിടെ പറയുന്നത് വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്. അതാണ് HT എന്ന് പറയുന്നത്, ഹൈ ടെൻഷൻ ലൈൻ. നിങ്ങൾ അതൊരു ഹൈ വോൾട്ടേജ് ആയിരിക്കും, ഹൈ ആംബിയർ ആയിരിക്കും, ഹൈ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഒഴുക്കിൻ്റെ ശക്തി കൂടുന്നതിന് വെള്ളത്തിൽ നമ്മൾ അതിന് പ്രഷർ എന്ന് വിളിക്കുമെങ്കിൽ ആ ഒഴുക്കിൻ്റെ തള്ളൽ, ആ പ്രഷർ കറണ്ടിൻ്റെ ഒഴുക്കിൽ കൂടുന്നതിന് വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നു. കറണ്ടിൻ്റെ അളവ് കൂടുമ്പോൾ അതിന് ആംബിയർ കൂടി, അതുപോലെ ആംബിയർ കുറഞ്ഞു എന്ന് പറയുന്നു. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാം. ഇന്ന് തന്നെ ഇപ്പോൾ റെസിസ്റ്റർ, ഭംഗിയായിട്ട് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റർ എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ സോ സിമ്പിൾ എന്നുള്ള ചാനലിൽ കാണാം. ഇത് പഠിച്ചതിന് ശേഷം കണ്ടാൽ മതി. അപ്പോൾ വോൾട്ടേജും ആംബിയറും പഠിച്ചിരിക്കണം, കൂടാതെ റെസിസ്റ്റർ അല്ലെ റെസിസ്റ്റൻസ് അതെന്താണെന്നും കൂടി പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പരമാവധി ഷെയറിങ് ചെയ്യുക. കാരണം ഇലക്ട്രോണിക്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്നോട്ടെ. ഇനി ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട, യൂട്യൂബിലൊരു ഇൻകമാണുള്ളത്. ഇലക്ട്രോണിക്സ് ചാനലിനെ സംബന്ധിച്ച് ഏറ്റവും ലോ ഇൻകമാണ്. ഒരു യൂട്യൂബിൻ്റെ ഒരു ഇൻകമേ ഇല്ല, ആരും തെറ്റിദ്ധരിക്കേണ്ട. കൂടി വന്ന 6 മാസത്തിൽ ഒരു 8,000 എന്ന് വെച്ചാൽ മാസത്തിൽ 500 രൂപ അല്ലെങ്കിൽ 800 രൂപ ആണ് ജസ്റ്റ് യൂട്യൂബിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. തെറ്റിദ്ധരിക്കേണ്ട. ഇലക്ട്രോണിക്സ് പഠിക്കാൻ ആഗ്രഹമുള്ള ആരും മിസ്സായി പോകരുത്. അതുകൊണ്ടാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആണെങ്കിൽ കുട്ടികളാണ്, അവരോട് ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതിയല്ലോ. ഇനി നമ്മൾ അറിയിച്ചില്ല എന്ന് വേണ്ട, അത് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ശേഷം റെസിസ്റ്ററിൻ്റെ വീഡിയോ കാണാൻ മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.